എന്നാണ് ചാന്ദ്രദിനമായി നാം ആചരിക്കുന്നത്? ഉത്തരം ജൂലൈ 21. നിലവിൽ ISRO ചെയർമാൻ ആരാണ്? ഉത്തരം ഡോക്ടർ S. സ്വാമിനാഥൻ. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി എന്താണ്? ഉത്തരം ഗഗൻയാൻ. ബഹിരാകാശ വിനോദസഞ്ചാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? ഉത്തരം സന്തോഷ് ജോർജ് കുളങ്ങര. ചന്ദ്രപേടകം മനുഷ്യനെ വഹിച്ചുകൊണ്ട് ചന്ദ്രനിൽ എത്തിയത് എന്നാണ്? ഉത്തരം 1969 ജൂലൈ 21. മനുഷ്യനെ വഹിച്ചുകൊണ്ട് ഏത് പേടകത്തിലാണ് ചന്ദ്രനിൽ എത്തിയത്? ഉത്തരം അപ്പോളോ 11. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഉത്തരം സെലനോളജി. ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഏതാണ്? ഉത്തരം ടൈറ്റാൻ. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വിക്രം സാരാഭായ്. ഇന്ത്യയിൽ ബഹിരാകാശ വകുപ്പ് നിലവിൽ വന്ന വർഷം എന്നാണ്? ഉത്തരം 1972. ISRO നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം 1969 ജൂൺ 15. ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ബാംഗ്ലൂർ. ISROയുടെ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം അന്തരീക്ഷ ഭവൻ. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് ഏത്? ഉത്തരം നൈക് അപ്പാച്ചെ. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ വ്യക്തി ആരാണ്? ഉത്തരം നീൽ ആംസ്ട്രോങ്. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ വാഹനം ഏത്? ഉത്തരം അപ്പോളോ 11. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏത്? ഉത്തരം റഷ്യയുടെ സ്പുട്നിക്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത്? ഉത്തരം വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്? ഉത്തരം ബുധൻ. ഏറ്റവും തണുത്ത ഗ്രഹം ഏതാണ്? ഉത്തരം നെപ്റ്റ്യൂൺ. കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത്? ഉത്തരം തൂമ്പ. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? ഉത്തരം ശുക്രൻ. ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കോപ്പർനിക്കസ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആരാണ്? ഉത്തരം വിക്രം സാരാഭായ്. ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരാണ്? ഉത്തരം യൂറി ഗഗാറിൻ. ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി ആരാണ്? ഉത്തരം വാലന്റീന തെരഷ്കോവ. ബഹിരാകാശ സഞ്ചാരിയായ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര്? ഉത്തരം രാകേഷ് ശർമ്മ. ബഹിരാകാശ സഞ്ചാരിയായ ആദ്യത്തെ ഇന്ത്യൻ വനിത? ഉത്തരം കൽപ്പന ചൗള. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം? ഉത്തരം എഡുസാറ്റ്. ഇന്ത്യയുടെ ചൊവ്വ പര്യവേഷണ ദൗത്യം? ഉത്തരം മംഗൾയാൻ. ഇന്ത്യയുടെ കാലാവസ്ഥാ ഉപഗ്രഹം ഏത്? ഉത്തരം കൽപ്പന 1. ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ഭൂമിയിലെ മനുഷ്യനിർമ്മിതമായ വസ്തു ഏതാണ്? ഉത്തരം ചൈനയിലെ വൻമതിൽ.
ISROയുടെ ആസ്ഥാനം എവിടെ? ഉത്തരം ബാംഗ്ലൂർ. ഏത് വാഹനത്തിലാണ് ലൈക്ക എന്ന നായയെ ബഹിരാകാശത്തേക്ക് എത്തിച്ചത്? ഉത്തരം സ്പുട്നിക്. ചന്ദ്രനിൽ ഇറങ്ങിയ അവസാന വ്യക്തി ആര്? ഉത്തരം യൂജിൻ സെർനാൻ. ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈൽ ആയ അഗ്നിയുടെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാന ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണ്? ഉത്തരം സിറിയസ്. സ്വയം പ്രകാശിക്കുന്ന ഗോളങ്ങളെ വിളിക്കുന്ന പേര് എന്താണ്? ഉത്തരം നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ തമ്മിലുള്ള വലിയ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്? ഉത്തരം പ്രകാശവർഷം. ലോകത്തിലെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? ഉത്തരം എക്കോ. സൂര്യനിൽ നിന്ന് ഒരു പ്രകാശകിരണം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്ര? 8.2 മിനിറ്റ്. ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ എത്ര സമയം വേണം? ഉത്തരം 1 മിനിറ്റ് 3 സെക്കൻഡ്. ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം ഏതാണ്? ഉത്തരം കലാം സാറ്റ്. സൂര്യൻ്റെ ദൃശ്യമായ ഭാഗത്തിന് പറയുന്ന പേര്? ഉത്തരം ഫോട്ടോസ്ഫിയർ. ലൂണാർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം ചന്ദ്രൻ. അമാവാസിക്ക് പറയുന്ന മറ്റൊരു പേര് എന്താണ്? ഉത്തരം കറുത്ത വാവ്. ഒരു മാസത്തിൽ രണ്ടാമത് കാണുന്ന പൂർണ്ണചന്ദ്രന് പറയുന്ന പേര്? ഉത്തരം ബ്ലൂ മൂൺ. ആകാശത്ത് ധ്രുവ നക്ഷത്രം കാണപ്പെടുന്ന ദിക്ക് ഏതാണ്? ഉത്തരം വടക്ക്. നക്ഷത്രത്തിൻ്റെ നിറം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം അതിൻ്റെ താപനില. ചന്ദ്രനിലെ പൊടിപടലങ്ങളെ കുറിച്ച് പഠിക്കാൻ നാസ 2013 വിക്ഷേപിച്ച പേടകം ഏതാണ്? ഉത്തരം ലാഡി. ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം ശ്രീഹരിക്കോട്ട.